35-40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ജനിച്ച് വളർന്ന് 50-45 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ദുബായിലും ഗൾഫിലും ഒക്കെ പോയി ജോലി ചെയ്ത് എന്നിട്ടിപ്പോൾ 25-30 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേക്ക് ചൂട് സഹിക്കാൻ പറ്റാതായി. പ്രത്യേകിച്ച് ലണ്ടൻ ഏരിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരധികം ചൂടാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലീഡ്സിലും ബർമിംഗ്ഹാം സ്ഥലത്തൊക്കെ പോയപ്പോഴത്തേക്ക് ഡുവ ബാധിക്കാതെ കിടക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഒരു തണുപ്പുണ്ട്. എങ്കിൽ ലണ്ടൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷ്ണം, ചൂടല്ല ഉഷ്ണമാണ്, ഹ്യൂമിഡിറ്റി. സോ നമ്മുടെ ഫാൻ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് കണക്കൊരു പോർട്ടബിൾ ഹീറ്റർ, പോർട്ടബിൾ കൂളർ മേടിച്ച്. സോ ഇതിന് ടാങ്ക് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്, ടാങ്കിനകത്ത് വെള്ളം ഒഴിക്കാം. ആ ടാങ്കിനകത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ ഫിൽറ്റർ വഴി വെള്ളം വരുന്നുണ്ട്. അതുപോലെ ഇതായി ഈ കൊടുത്തേക്കുന്ന നെറ്റാണ് നനഞ്ഞിട്ട് ഇതിലേക്കൂടെ തണുത്ത കാറ്റ് വരും ഉള്ളിലേക്ക്. പിന്നെ ഇച്ചിരി കൂടെ നമുക്ക് കൂടുതൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഐസ് ബ്ലോക്സ് ഇടാം. പക്ഷേ അതിനെക്കാട്ടി ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്രീസർ ബ്ലോക്സ് ആയിരിക്കും, അതായത് ജെല്ലി ടൈപ്പ് ബ്ലോക്സ് വരുന്നുണ്ട്. ഇങ്ങനെയും വരുന്നുണ്ട്, പാക്കറ്റിലും വരുന്നുണ്ട്. സോ ഇത് ചെറുതാണ്, നമ്മുടെ ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് തണുപ്പ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തണുപ്പിച്ച് ബാഗിലിട്ടുകൊണ്ട് പോകും. സോ ഇത് വേണമെങ്കിൽ ഓരോന്നും തണുപ്പിച്ച് ഇതിൽ നമുക്കിങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. 2-3 പീസൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ സർക്കുലേറ്റ് ആവുന്നതനുസരിച്ച് കുറച്ച് തണുപ്പ് കിട്ടും. സോ അത്യാവശ്യം ഒരു മാസമോ 2 മാസമോ ചൂട് നിൽക്കുന്നതനുസരിച്ച് നമുക്കിത് തൽക്കാലം ഒരു ആശ്വാസത്തിന് യൂസ് ചെയ്യാൻ പറ്റും.